ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോട് ഒരാൾ പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥന ജീവിച്ചിരിക്കുന്നവർ കേൾക്കുമോ ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. മറുപടി പറയാം. പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. ഒരു സൃഷ്ടിയും ദുആ കേൾക്കുന്നവനില്ല. അല്ലാഹുവാണ് സമീഉദ് ദുആ, മുജീബുദ് ദുആ. ദുആ കേൾക്കുന്നവൻ, ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ച പദങ്ങൾ ഞാനും നിങ്ങളൊക്കെ കേൾക്കും. അതാണ് ഉദ്ദേശം. അടുത്ത ചോദ്യം പദാണല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവിടുത്തെ സമയം കണ്ടല്ലോ, നമുക്ക് ആലോചിക്കുമ്പോൾ പോക്കുന്നൊക്കെ. അതായത് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹു എനിക്ക് പുറത്തരണേ, ഞാൻ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ടോ? അല്ലാഹുമ്മഗ്ഫിർലി ഇത് ഞാൻ ഇപ്പൊ തേടിയ ഈ ശബ്ദം നിങ്ങൾ കേട്ടു. അതിനർത്ഥം നിങ്ങൾ ദുആ കേൾക്കുന്നവനാണ് ഞാനോ? അല്ല. അത് ദുആ എന്താ മനസ്സിലാകാത്തതുകൊണ്ടാണ്. ദുആ എന്താന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ആയിക്കോട്ടെ, ചോദിച്ചോളി. ഒരു കാര്യം പറയാം. നിങ്ങൾ അവിടെ നിന്ന് ഏത് സമയത്തും മൈക്ക് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും. ഈ പിടിച്ചിട്ട് ഒരു ഏതായാലും സൈഡിൽ വേണ്ട. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, മരിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥന നടത്തിയാൽ കേൾക്കുമോ? നിങ്ങൾ കേൾക്കുന്നോ കേൾക്കില്ലോ എന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻ ആവും. അതുപോലെ പറഞ്ഞ് വേഗം തീർക്കാം. ഞാൻ ഇതുപോലെ ഒരുപാട് കാര്യം ചോദിക്കുന്നില്ല. രണ്ടാമതിന്റെ ചോദ്യം, ഇതേ ലഫ്ലുകൾ നിങ്ങൾ പറഞ്ഞ് ആ ലഫ്ലുകൾ കേൾക്കും. അതേ ലഫ്ലുകൾ ഉപയോഗിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളോട് സഹായാർത്ഥന നടത്തുന്നു, ആ സഹായാർത്ഥന ആ ജീവിച്ചിരിക്കുന്ന വ്യക്തി കേൾക്കുമോ? ലഫ്ലല്ല സുഹൃത്തെ പ്രധാനം. ദുആയിൽ ലഫ്ല് വേണമെന്നേ ഇല്ല. പ്രാർത്ഥിക്കാൻ പദങ്ങൾ വേണമെന്നേ ഇല്ല. അപ്പൊ സംസാരിക്കാൻ കഴിയാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്, മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പൊ പ്രാർത്ഥന എന്നത് ലഫ്ലുമായി ബന്ധപ്പെട്ടതേ അല്ല. ഇതെങ്ങനെ കേട്ടെ, സമ്മതിക്കാം, അതെങ്ങനെ കേട്ടെ. ദുആ എന്നത് ലഫ്ലുമായി ബന്ധപ്പെട്ടതേ അല്ല. പദമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് തെറ്റിദ്ധാരണയാണ്. ചില ആളുകൾ ഉണ്ടാക്കിയ, പ്രചരിപ്പിച്ച, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്ത് വന്ന അബദ്ധമാണ് യഥാർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വാക്കാണ്. അതല്ല. ഒരു പദം ഒരു പക്ഷെ ദുആ ആയിട്ട് ഉപയോഗിക്കപ്പെടാം, ദുആ അല്ലാതെ ഉപയോഗിക്കപ്പെടാം. ഒരു പദം, ഒരു ലഫ്ല് ദുആ ആയും വരാം, ദുആ അല്ലാതെയും ഉപയോഗിക്കപ്പെടാം. അപ്പൊ ദുആ എന്നതിൽ പദം പ്രധാനമല്ല. എന്നാൽ മനസ്സിലുള്ള തേട്ടത്തെ പ്രകടിപ്പിക്കുന്ന ചില അടയാളങ്ങൾ, ചില ഉപകരണങ്ങൾ മാത്രമാണ് ആംഗ്യങ്ങൾ, അതേപോലെ കൈ ഉയർത്തലുകൾ, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ. അതൊക്കെ മനസ്സിലുള്ള തേട്ടത്തെ, വിശ്വാസത്തെ, പ്രാർത്ഥനയെ പ്രകടിപ്പിക്കലാണ്. ഒന്നും കൂടി വിശദമായി പറയാൻ നിങ്ങൾ അനുവദിക്കാം, മനസ്സിലാകാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നു. ഉദാഹരണമായി മാതാമൃതാനന്ദമായി അവരെ ഒരു അമ്മയായി, ദൈവമായി കാണുന്ന ആളുകളുണ്ട്. അവരുടെ ഭക്തർ അവരെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നു. അവരും പ്രാർത്ഥന കേൾക്കുന്നവരല്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും. നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുകയുമില്ല എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ച് പറഞ്ഞത്? വല്ലദീന തദ്ഉന മിൻ ദൂനിഹി. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെ ദുആ ചെയ്താലും ശരി, അവർ ആ ദുആ കേൾക്കുകയില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ഒരു മഖ്ലൂഖും ദുആ കേൾക്കുന്നവരില്ല. പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. റബ്ബിന്റെ സവിശേഷതയാണ്. ശ്രദ്ധിക്കുന്നില്ല, ഉത്തരം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് വായിക്കി തരാം. അള്ളാഹുവിന്റെ സവിശേഷതയാണ് സമീഉദ് ദുആ, ദുആ കേൾക്കുന്നവൻ, മുജീബുദ് ദുആ, ദുആന് ഉത്തരം ചെയ്യുന്നവൻ. ഇതൊക്കെ റബ്ബിന് മാത്രമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. സുഹൃത്തുക്കൾ, ചോദ്യം ചോദിക്കാൻ മാത്രമാണോ? പിന്നെ എന്തിനാ ചോദിക്കുക നിങ്ങൾ? അത് ശരിയല്ലല്ലോ. ഇതൊരു മര്യാദയാണോ? അല്ല, ഇത് കേൾക്കും, മൈക്ക് തരാം. ഞാൻ ഈ മറുപടി വരുമ്പോൾ നിങ്ങളോട് വേറെ ഉത്തരം പറയാം. നിങ്ങളുടെ ഒപ്പം വന്നതാ സുഹൃത്തെ. നിങ്ങൾക്ക് മാത്രം പോലെ ഈ കണ്ട മനുഷ്യന്മാർക്ക് മനസ്സിലാവേണ്ട നിങ്ങൾക്ക് മാത്രം മതിയോ? നിങ്ങൾ ശ്രദ്ധിച്ചോ കേൾക്കും. നബി എന്തിനാ വരുന്നത്? നിങ്ങൾ കേൾക്കി, മറുപടി കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞോളി. അതല്ലേ വേണ്ടത്. ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കി, എന്നിട്ട് നിങ്ങൾക്ക് ശേഷം എന്തെങ്കിലും പറഞ്ഞോളി. അതല്ല ഞാൻ നിങ്ങൾ ചോദിച്ച അവിടെ ഇരിക്കുക, പിന്നെ നിങ്ങൾ വേറെ ഏർപ്പാട്. അത് നിങ്ങളെ പ്രശ്നമാക്കണേ. നിങ്ങൾ കേൾക്കി, ശ്രദ്ധിക്കി. അതാണ് പറഞ്ഞത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അല്ലാഹു സമീഉദ് ദുആ ആണ്, ദുആ കേൾക്കുന്നവനാണ്, മുജീബുദ് ദുആ ആണ്, ദുആക്ക് ഉത്തരം ചെയ്യുന്നവനാണ് തുടങ്ങിയ ധാരാളം പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അതുകൊണ്ട് ദുആ കേൾക്കുന്നത് അല്ലാഹു മാത്രം. ഒരു സൃഷ്ടിയും ദുആ കേൾക്കുകയില്ല. ജീവിച്ചിരിക്കുന്നവരും കേൾക്കൂല, മരിച്ചവരും കേൾക്കൂല, ഉത്തരം ചെയ്യുകയുമില്ല. ഇനി അമ്മയോട് നേക്കുന്നതിന് മുന്നിൽ ചെന്ന് അമ്മയുടെ ഭക്തൻ പ്രാർത്ഥിക്കുന്നു. ആ ഭക്തൻ വന്ന് കാണിച്ച പദങ്ങളോ അയാളുടെ ആ ആംഗ്യങ്ങളോ ചേട്ടകളോ അതാണ് അമ്മ അറിയുന്നത്. ഒരു പക്ഷെ അവന്റെ മനസ്സിൽ ഒരു ഭക്തി ഉണ്ടാവില്ല, കബളിപ്പിക്കാമെന്നതായിരിക്കും. ഒരു പ്രാർത്ഥനയില്ല, ഒരു വിശ്വാസമില്ല, ഒന്നുമില്ല. അവരെ കബളിപ്പിക്കാമെന്നതാ. അമ്മ എന്തേ കാണുന്നുള്ളൂ? പുറത്തേക്കുള്ള ഈ പദങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ദുആ കേൾക്കുക എന്നത് അമ്മക്ക് പറ്റൂല. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ ആയത്തിന് വിഘാതമായി മാറും. ഇനി കണ്ണില്ലാത്തൊരു മനുഷ്യൻ അമ്മയുടെ മുമ്പിൽ വന്നു. അമ്മ എനിക്ക് കണ്ണിന് കാഴ്ച ഇല്ല എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു.
അമ്മ ഒരു സ്ലിപ്പ് കൊടുത്തു, എന്റെ ഹോസ്പിറ്റൽ അവിടെ പോയി ഫ്രീ ആയിട്ട് ചികിത്സ തരാം. അവിടെ പോയി ചികിത്സ കൊടുത്തു, കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. ഇവന്റെ പ്രാർത്ഥന അമ്മ കേട്ട് ഉത്തരം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അമ്മ പ്രാർത്ഥന കേട്ടിട്ടില്ല, ഉത്തരം ചെയ്തിട്ടുമില്ല. കണ്ണില്ലാത്ത മനുഷ്യൻ ജീവിതകാലം ഫുള്ള് റബ്ബിനോട് പ്രാർത്ഥിച്ചു, പഠിച്ചവനെ കണ്ണിന് കാഴ്ച വേണം. അല്ല കാഴ്ച തിരിച്ചു കൊടുത്തില്ല. മരിക്കുന്നവരെ അന്ധനായി ജീവിച്ചു, അങ്ങനെ തന്നെ മരിച്ചുപോയി. അയാളുടെ പ്രാർത്ഥന അല്ല കേട്ടില്ല, ഉത്തരം ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അയാളെ ദുആക്ക് അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. അമ്മയോട് തേടിയവന് അമ്മ ഉത്തരം കൊടുത്തിട്ടില്ല. അതാണ് ദുആയുടെ ഇജാബത്ത്, ദുആയുടെ കേൾവി എന്നതൊക്കെ ഉള്ളത്. അതുകൊണ്ട് റബ്ബ് മാത്രമേ ദുആ കേൾക്കുന്നവരുള്ളൂ. ശരി, നീ ചോദിച്ചോളൂ. പിന്നെ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളിങ്ങനെ പ്രാർത്ഥന അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന് സാധാരണ സഹായം ചോദിച്ചപ്പോൾ അവിടെ ശിർക്കായിട്ടില്ല, നിങ്ങളിപ്പോ പറഞ്ഞു. അവിടെ പ്രാർത്ഥന വരുമ്പോഴാണ് ശിർക്കാവുന്നത്. അത് മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേക വിശ്വാസമാണ് ആ ശിർക്കാകാനുള്ള കാരണം. എന്താണ് ആ വിശ്വാസം? എന്തുകൊണ്ടാണ് ശിർക്കായത്? ഏത് വിശ്വാസത്തോടു കൂടി ചോദിക്കുമ്പോഴാണ് ശിർക്കായത്? അതൊന്ന് പറയുക. ശരി, അൽഹംദുലില്ലാഹ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ വിശ്വാസമാണ് മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം പഠിപ്പിച്ച അദൃശ്യമാർഗത്തിൽ ഗുണം ചെയ്യുമെന്നോ ദോഷം വരുത്തുമെന്നോ ഭയപ്പെട്ടുകൊണ്ടുള്ള തേട്ടം. ആ വിശ്വാസം വന്നാൽ തന്നെ ശിർക്കായി. അദൃശ്യമാർഗത്തിൽ ഗുണം ചെയ്യാനും ദോഷം വരുത്താനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, ശൈത്താനും കഴിയില്ല, ഒരു സൃഷ്ടിക്കും കഴിയില്ല. റഹ്മാനായ റബ്ബിന് മാത്രമാണ് അദൃശ്യമാർഗത്തിൽ ഗുണം ചെയ്യാൻ, ദോഷത്തെ തടയാൻ, ദോഷം വരുത്താൻ എല്ലാം കഴിവുള്ളത്. ആ വിശ്വാസം റബ്ബല്ലാത്തതിനെ കുറിച്ച് എപ്പോൾ വെച്ച് പുലർത്തുന്നുവോ അവിടെ ആ വിഷയത്തിൽ പങ്കുചേർത്തു. മാ യംലികൂന മിൻ ഖിത്മീർ. റഹ്മാനായ റബ്ബിന് പുറമെ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും ശരി, മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അപ്പൊ റബ്ബിന്റെ കേൾവി, റബ്ബിന്റെ കാഴ്ച, റബ്ബിന്റെ കഴിവ്, റബ്ബിന്റെ അറിവ് തുടങ്ങിയവയുടെ ഒന്നിലും ഒരു കാരക്കക്കുരുവിന്റെ പാട പോലും ഒരു സൃഷ്ടിയും ഉടമയാക്കുന്നില്ല. അതുകൊണ്ട് അദൃശ്യമാർഗത്തിൽ, അഭൗതിക മാർഗത്തിൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിൽ സഹായിക്കാൻ കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ബേസ്. ആ വിശ്വാസം ഏത് സൃഷ്ടിക്കുന്നവരെ വരുന്നുവോ അവിടെ അതിനോട് നിർവഹിക്കുന്ന സ്നേഹം ശിർക്കായി മാറും, അതിനുള്ള ഭയം ശിർക്കായി മാറും, അതിനുള്ള പ്രതീക്ഷ ശിർക്കായി മാറും, അതിനുള്ള തേട്ടങ്ങൾ ശിർക്കായി മാറും, അതിൽ നിന്ന് ഗുണമാശിക്കൽ ശിർക്കായി മാറും, അതിന് ദോഷം ഭയപ്പെടൽ ശിർക്കായി മാറും. ആ വിശ്വാസം ഇല്ലാത്തിടത്ത് അത് ശിർക്കായി മാറുകയില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം ഇവിടെ പ്രമാണം അടിസ്ഥാനമാക്കി പഠിപ്പിച്ചത്. അല്ലാഹു അക്ബർ. മാഷാ അല്ലാഹ്. അതായത് നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു, വിജനപ്രദേശെത്തിയ ഒരാൾ, ആ വിജനപ്രദേശം വെച്ച് വിശ്വാസമാണ്. ശ്രദ്ധിക്കണം, ഇനി തേട്ടം വിളിക്കാണ്ടിക്കല് അതൊന്നും അല്ല ശിർക്കിന്റെ മാനദണ്ഡം. വിശ്വാസം എന്ത്? അത് ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരാളെ മുശ്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിജന സ്ഥലത്തെത്തിയാൽ, മരുഭൂമിയിലെത്തിയാൽ, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നോ മറ്റോ എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ചുകൊണ്ട് പടപ്പുകളെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? അല്ലെ? പറയണം മൗലവി. ശിർക്കല്ല. ഓക്കെ, അത് നമുക്ക് കിട്ടണ്ടേ. നിങ്ങൾ ഹക്കികളെ തുറന്നു പറയാൻ പറ്റണം. നിങ്ങൾ ഇത്തരം നേരം പിന്നെ ഇവിടെ ഇതിന്റെ പേരെനിക്കറിയില്ല, ഏത് മലക്കിനോട് ചോദിച്ചാലും ജിന്നിനോട് ചോദിച്ചാലും അത് പിന്നെ ചോദിക്കൽ എന്താണ്? അത് ശിർക്കാണ്. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, നിങ്ങൾ ഒരു വിഭാഗം, ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നവർ പട്ടികയിൽ, നിങ്ങൾ മുശ്രിക്കീങ്ങളുടെ പട്ടികയിലാണ്. എന്തേ കാരണം? ജിന്നും ഇതെല്ലാം അബൗദ്ധികമാണ്. ഫൈസൽ മൗലവി എവിടെയെങ്കിലും ജിന്നിനെ കണ്ടിട്ടുണ്ടോ? അത് അബൗദ്ധികമാണെന്ന് ആരാ പറഞ്ഞു നിങ്ങളോട്? അത് ഭൗതികമല്ല എന്നാണ് നിങ്ങളുടെ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന നിങ്ങളുടെ പിന്നെ ഞങ്ങളതല്ല. അത് ഞങ്ങൾക്ക് വേണ്ട. ആ കട്ടക്കാലം വേണ്ടോ? ആവട്ടെ, നീ കേക്കി, നിങ്ങൾ ശ്രദ്ധിക്കേ, നീ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ആവേശം നല്ലതാണ്, പക്ഷേ സംഗതി മനസ്സിലാക്കാം. ഇത് ദീനിയാ മതി. ശ്രദ്ധിച്ചോളി സുഹൃത്തെ. നിങ്ങളെ പേരും ചോദിക്കാൻ വിട്ടു. നിങ്ങളെ പേരെന്തേനു? മുസ്തഫ. ശ്രദ്ധിക്ക്. അല്ല, അദ്ദേഹം കേൾക്കട്ടെ. സുഹൃത്തെ, അദ്ദേഹം അബൂബക്കർ ഇടുക്കി, അദ്ദേഹം കേൾക്കട്ടെ. മറുപടി കേട്ടെ. ഇവിടെ ജിന്ന് വിഷയത്തിൽ മടവൂർ വിഭാഗം എന്ന് പണ്ട് പറഞ്ഞിരുന്ന ആളുകൾ, ആക്ഷേപിക്കാൻ പറഞ്ഞില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഇപ്പൊ മർക്കസ് ദഅവ വിഭാഗം എന്നറിയപ്പെടുന്നവർ, അവർക്ക് പറ്റിയ വലിയൊരു അബദ്ധത്തിൽ നിന്നാണ് താങ്കളുടെ ഈ ചോദ്യം ഉണ്ടായത്. ഏതായാലും ചോദ്യം നന്നായി ഞാൻ വിശദമായി പറഞ്ഞുതരാം. നിങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കുക, പിന്നീട് നിങ്ങൾ അന്വേഷിക്കുക. നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞു, അദൃശ്യ മാർഗത്തിൽ ഗുണം ചെയ്യാനോ ദോഷം വരുത്താനോ കഴിവുണ്ട് എന്ന വിശ്വാസം തന്നെ ശിർക്കാണ് സൃഷ്ടിയെ കുറിച്ചാണെങ്കിൽ. കാരണം ആ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അവനാണ് ഖദീർ, ഖാദിർ, മുഖ്തദിർ. റബ്ബല്ലാത്ത ആർക്കുമില്ല. ആ കഴിവ് ഒരു സൃഷ്ടിക്ക് മാ യംലികൂന മിൻ ഖിത്മീർ, കാരക്കക്കുരുവിന്റെ പാട പോലുമില്ല. ഏതില്ല? അദൃശ്യമായ കഴിവില്ല.
അതിനർത്ഥം ഒരു ജിന്ന് നമ്മളെ കാണൂല, ഒരു മലക്ക് നമ്മളെ കാണൂല, ഒരു സൃഷ്ടി നമ്മളെ കാണൂല എന്നല്ല. സാഹിബ് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഒരു ജിന്നോ മലക്കോ നമ്മളെ കാണുക ഇല്ല എന്നല്ല. ഇവിടെ ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചപ്പോൾ, ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ, ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചപ്പോൾ ഉണ്ടായ ചില അപകടങ്ങൾ. അപ്പൊ ജിന്ന് കാണും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവും, മലക്കുകൾ കാണും, കേൾക്കും, സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവും അവരെ വീക്ഷണപ്രകാരം. അതുകൊണ്ടാണ് സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങി വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ ജിന്നിനുമില്ല അദൃശ്യമായ കഴിവ്, മലക്കിനുമില്ല അദൃശ്യമായ കഴിവ്. അദൃശ്യമായ കഴിവ് ജിന്നിനുണ്ടെടുത്തും വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസം ശിർക്കാണ്. ആ വിശ്വാസത്തിൽ അത് തേടിയാൽ ആ തേട്ടം പ്രാർത്ഥനയാണ്, ശിർക്കാണ്. ആ വിശ്വാസത്തിൽ ജിന്നിനെ ഭയപ്പെട്ടാൽ ആ ഭയം ഇബാദത്താണ്, ശിർക്കാണ്. ആ വിശ്വാസത്തിൽ ജിന്നിനെ പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ ഇബാദത്താണ്, ശിർക്കാണ്. ഇനി മലക്ക് അഭൗതികമായി സഹായിക്കും എന്നൊരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം ശിർക്കാണ്. ആ വിശ്വാസത്തിൽ മലക്ക് എന്നെ കാണും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. മലക്ക് എന്റെ ശബ്ദം കേൾക്കും എന്ന് ആ തരത്തിൽ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. മലക്കിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ്. മലക്കിന് ദോഷത്തെ ഭയപ്പെട്ടാൽ അത് ശിർക്കാണ്. കാരണം ഈ എല്ലാം ശിർക്കായി മാറും. അതാണ് കുഞ്ഞീദ് മദനിയുടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അല്ല ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിന്റെ 12, 13, 14 പേജുകളിൽ മൗലവി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേൾക്കി അബൂബക്കർ, അദ്ദേഹം കേൾക്കട്ടെ, നിങ്ങൾ ഇടങ്ങാറാക്കല്ലേ, നമുക്ക് പ്രതീക്ഷ പോലെ. അപ്പൊ അതായത് പറയട്ടെ, കുഞ്ഞീദ് മദനിയുടെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിന്റെ 12, 13, 14 പേജുകൾ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇവിടെ ഉണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അദൃശ്യമായ കഴിവുകൾ, കാര്യകാല ബന്ധങ്ങൾക്കറിയാമായ കഴിവുകൾ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജബ്ബാർ മൗലവി എന്ത് എഴുതിയത്, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നുണ്ടെങ്കിൽ അപ്പൊ അദൃശ്യമല്ലാതായി മാറി. അപ്പൊ അദൃശ്യമല്ലാതായി മാറി. എന്നാൽ ലോകത്ത് എവിടെയെങ്കിലും ജിന്ന് കേൾപ്പെടുന്നതാണെങ്കിലോ അത് അദൃശ്യമായി മാറി. അങ്ങനെ കേട്ടില്ല, റൂഹ് ഉണ്ടാവില്ല, റൂഹിന്റെ വിസർജന പോയി. പറഞ്ഞുതരാം. അത് സാധാരണ ഇപ്പം മുസ്ലിയാക്കന്മാർ ഇത് ഉപയോഗപ്പെടുത്തി ചോദിക്കണം മറ്റൊരു ചോദ്യമാണ് മുസ്ലിയാക്കന്മാർ, അതുകൊണ്ട് പറഞ്ഞുതരാൻ സാധാ. അതായത് ഈ ലോകത്ത് എവിടെയെങ്കിലുമുള്ള ജിന്ന് എന്നെ സഹായിക്കുമെന്നാണെങ്കിൽ വകുപ്പ് മാറി. മരിച്ചുപോയൊരു ജിന്ന് ഈ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. മരിച്ചുപോയൊരു ജിന്ന് ഈ ശബ്ദം കേൾക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നു, ഈ സംസാരം ഒരു മലക്ക് കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. കാരണം ഇരുമിന്റെ മജലിസിൽ മലക്കുണ്ടാവാം, അവർ കേൾക്കുന്നുണ്ടാകാം. ഇവിടെ എവിടെയെങ്കിലും ജിന്നുകളുണ്ടെങ്കിൽ അവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാലോ അതും ശിർക്കല്ല. എന്തുകൊണ്ട്? അത് അഭൗതികമല്ല, കാര്യകാല ബന്ധങ്ങൾ ഉള്ളിലാണ്. അപ്പോൾ എന്നാ പണ്ടെന്നോ മരിച്ചുപോയ ഒരു ജിന്ന് ഈ മുഖാമുഖപ്പ കേൾക്കുന്നവർ വിശ്വസിച്ചാലോ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. മൊഹീദ്ദീൻ ഷെയ്ഖ് ഇറാഖിലെ ബഗ്ദാദിലെ ഖബറിൽ കിടന്നിട്ട് ഇത് കേൾക്കുന്നവർ വിശ്വസിച്ചാലോ ശിർക്കാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ ജബ്ബാർ മൗലവി ഇത് ക്ലിയർ ആണ്. അതാണ് ഇസ്ലാമിന്റെ ആശയം. അത് ഉൾക്കൊള്ളുന്ന കാലത്തോളം ഒരു ഹദീസിനെയും തള്ളേണ്ടി വരില്ല. അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ പല ഹദീസും നിഷേധിക്കേണ്ടി വരും, പല ആയത്തുകൾക്കും മറ്റു അർത്ഥങ്ങൾ നൽകേണ്ടി വരും. അതുകൊണ്ട് ജബ്ബാർ മൗലവി എഴുതിയതാണ് ക്ലിയർ, അതാണ് കറക്റ്റ്, അതാണ് 100% ശരി. അത് തുറന്ന് ഒരുപാട് സ്ഥലത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് പ്രഖ്യാപിക്കുന്നു, അത് തന്നെയാണ് ഹക്ക്. ശരി. ഒറ്റൊന്നും കൂടി എന്നിട്ട് അടുത്ത പുസ്തകം കൊടുക്കുക. ലാസ്റ്റ് ചോദ്യം ചോദിച്ചാൽ പിന്നെ നിങ്ങൾ ഉത്തരം കേൾക്കണം. നിങ്ങൾ ഇവിടെ ആൻസർ ചെയ്യുന്നില്ല, ആ ചോദ്യത്തിനുള്ള ഉത്തരം കേൾക്കണം. ഞാൻ മൈക്ക് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കേ. അതായത് ഇപ്പൊ മറുപടി ഒന്ന് പറഞ്ഞുതരാം. കേൾക്കുന്നില്ല ചോദിക്കുന്നത് നിങ്ങളുടെ മറയല്ല, പഴയകാല നിങ്ങളുടെ മദ്രസയിൽ പഠിപ്പിച്ചത് ഈ ഒരു നിർവചനമല്ല കേട്ടോ. മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു ശക്തിയോട് വിനയത്തോടും താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്നാണ് പഠിപ്പിച്ചത്. എത്രാം ക്ലാസ്സില്? KNM വിദ്യാഭ്യാസ ബോർഡില് 3ാം ക്ലാസ്സില്. മറ്റൊരു ശക്തി ആരാ? മനുഷ്യ കഴിവിന് അതീതം. ഇപ്പൊ നീ എവിടെയുള്ളത്? സൃഷ്ടി കഴിവിന് അതീതം. അപ്പൊ എവിടെ പോയി പോരാ? അതാ വേറെ ഇസ്ലാമിക വിശ്വാസം 4ാം ക്ലാസ് പഠിപ്പിക്കുന്നു നോക്കിയോ. മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന് ആർക്കാണോ അവനോടുള്ള അപേക്ഷയാണ് പ്രാർത്ഥന. അതായത് മനുഷ്യ കഴിവിനപ്പുറമല്ലേ മലക്കിന്റെ കഴിവ്, മനുഷ്യ കഴിവിനപ്പുറമല്ലേ ജിന്നിന്റെ കഴിവ്. അങ്ങനെ ചോദിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങളുടെ പഴയകാല നിങ്ങളുടെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിച്ചു വളർന്നു വന്ന അവരുടെ കഥയും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ആർക്കാ തൗഹീദ് എന്ന് അത് ഇപ്പോഴും പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്.
അതിപ്പോഴും പഠിപ്പിക്കും, അത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. മുസ്തഫ സാഹിബ് ശ്രദ്ധിക്ക്, അത് ഇപ്പോഴും പഠിപ്പിക്കും. നിങ്ങളിപ്പോ വായിച്ചത് ഒരു പ്രശ്നമില്ല. അതിപ്പോഴും അതല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ട് ആ വിഷയം നിങ്ങളിപ്പോ വായിച്ചിട്ടുണ്ടല്ലോ, അത് ഇപ്പോഴും പഠിപ്പിക്കുന്ന ഒരു പ്രശ്നം. ഞാൻ എഴുതിയ ബുക്കാ, ഞാൻ എഴുതിയിട്ടുണ്ടത്, ഞാൻ എഴുതിയ ബുക്കിലാണ് മനുഷ്യ കഴിവ്. അപ്പൊ അതൊന്നും പ്രശ്നമില്ല, ഇത് എന്റെ പുസ്തക. അപ്പൊ അതിനൊന്നും പ്രശ്നമില്ല. മനുഷ്യ കഴിവ് എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടി കഴിവും എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ കഴിവ് എന്ന് നമ്മൾ എന്ന് എഴുതി പഠിപ്പിച്ചുവോ അന്നൊക്കെ സൃഷ്ടി കഴിവും പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടി കഴിവ് ഇപ്പൊ പറഞ്ഞതല്ല. ചില ആളുകൾ ഇവിടെ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചത് ഞങ്ങൾ കുറച്ചാൾ കൂടിയിട്ട് മനുഷ്യ കഴിവ് അട്ടിമറിച്ച് സൃഷ്ടി കഴിവാക്കി മാറ്റിയതാണ്. KNM ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി, KNM ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി, അദ്ദേഹത്തിന് ദുആ വൽ ഇബാദ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടി കഴിവിനെ പറ്റി, സൃഷ്ടി കഴിവിന് അതീതമായ കാര്യങ്ങളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ഇത് KNM ഫസ്റ്റ് പ്രസിഡന്റാ. KNM ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി എഴുതിയ അദ്ദുആ വൽ ഇബാദ, ഈ പുസ്തകത്തിൽ മനുഷ്യ കഴിവും പറഞ്ഞു, സൃഷ്ടി കഴിവും പറഞ്ഞു, രണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ കാലത്തും ഉണ്ട്. പിന്നെ എന്തിനാ മനുഷ്യ കഴിവ് പറഞ്ഞത്? ഞാൻ ജസ്റ്റ് ഒരു വാചകം വായിച്ചരാം, കണ്ടോ. ഒരു ഉപകാരം ചെയ്യുക, എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യുവാനോ ദോഷം വരുത്തുവാനോ ഉപകാരത്തെ തടയുവാനോ ദോഷത്തെ നീക്കുവാനോ ഉള്ള മറഞ്ഞതായ അധികാരശക്തി, ആദിയായ സബബുകൾക്കപ്പുറമുള്ള അധികാരശക്തി സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ, സൃഷ്ടികൾക്ക് ആർക്കുമില്ല. ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കുമില്ല. മലക്കുകൾക്കാകട്ടെ ജിന്നുകൾക്കാകട്ടെ അമ്പിയാക്കൾക്കാകട്ടെ ഔലിയാക്കൾക്കാകട്ടെ ഹൈവാനാത്തിനാകട്ടെ ജമാലാത്തിനാകട്ടെ ആർക്കുമില്ല, ഒന്നിനുമില്ല. അങ്ങനെയുള്ള മറഞ്ഞ അധികാരശക്തി ഏതൊരു വസ്തുവിൽ ഉണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാഹാക്കുകയാകുന്നു ചെയ്യുന്നത്. കണ്ടോ. അവ ജിന്നിനുള്ള കഴിവൊന്നും എന്തല്ല, ആദിയായ സബബിനപ്പുറമുള്ള കഴിവല്ല എന്ന് KM മൗലവി എഴുതിച്ചതാണ്. ജിന്നുകളെ കഴിവുകൾ മലക്കുകളുടെ കഴിവുകൾ ഒന്നും ആദിയായ സബബുകൾ അഥവാ സാധാരണ കാര്യകാരണ ബന്ധങ്ങൾ അതിന് അതീതമായതല്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് ഇബാദത്തിന്റെ അസ്ല്. അതുകൊണ്ട് തന്നെ പിന്നെ എന്തിനാ നമ്മൾ മനുഷ്യ കഴിവ് പറഞ്ഞത്? നമ്മൾ എന്തിനാ മനുഷ്യ കഴിവ് പറഞ്ഞത്? മനുഷ്യ കഴിവിന്റെ അതീതമായ തേട്ടെന്ന് പറയാൻ കാരണം മനുഷ്യരോട് തേടുമ്പോൾ അതാണ് പരിഗണിക്കപ്പെടുക. ഏതുപോലെ ഇപ്പൊ ഖുർആനെ കുറിച്ച് നമ്മളെല്ലാവരും ഒന്നിച്ചുള്ള കാലത്തും പിരിഞ്ഞതിന് ശേഷവും എല്ലാവരും എഴുതുന്നത് എന്താണ്? ഖുർആൻ ഒരു അമാനുഷിക ഗ്രന്ഥമാകുന്നു. ഖുർആൻ ഒരു അമാനുഷിക ഗ്രന്ഥമാകുന്നു. എന്താ അമാനുഷികം എന്ന് പറഞ്ഞാൽ? മനുഷ്യനെ കൊണ്ട് കഴിയാത്തത്. അതിനർത്ഥം ഒരു ഖുർആൻ കൊണ്ടുവരാൻ മലക്കോ ജന്നിനോ കഴിയുമെന്നാണോ? അല്ലല്ലോ. ഒരു സൃഷ്ടിക്കും കഴിയാത്തതല്ലേ ഖുർആൻ കൊണ്ടുവരാന്നുള്ളത്. എന്നിട്ടും പ്രയോഗിച്ച പ്രയോഗം എന്താ? അമാനുഷിക ഗ്രന്ഥം എന്നാ. എന്നതുപോലെ മനുഷ്യർ നമ്മുടെ നാട്ടിൽ മനുഷ്യരോട് തേടുന്നു. അതുകൊണ്ട് അത് പറയുമ്പോൾ പറയും അമാനുഷിക കഴിവുകൾ തേടുമ്പോൾ ശിർക്കായി മാറും. സൃഷ്ടിയോട് തേടുന്ന മൊത്തം തേട്ടം പറയുമ്പോഴോ സൃഷ്ടി കഴിവിന് അതീതമായി തേടിയാൽ ശിർക്കായി മാറും. അതാണ് KM മൗലവി എഴുതിയത്. അതുകൊണ്ട് തന്നെ മനുഷ്യ കഴിവ് എന്ന് നമ്മൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ അന്നൊക്കെ സൃഷ്ടി കഴിവും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാരും വന്ന് പുതിയ നിർവചനം ഉണ്ടാക്കിയതൊന്നല്ല. അത് മൂലമായി പറഞ്ഞപ്പോൾ നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ ഇതൊന്ന് വായിച്ചാൽ മതി, KM മൗലവി പുസ്തകം വായിച്ചാൽ മതി. കുഞ്ഞീര് മദനിന്റെ ഇസ്ലാമിന്റെ ജീവൻ വായിച്ചോളൂ. കുഞ്ഞീര് മദനി എഴുതിയ ഇസ്ലാമിന്റെ അടുത്ത തൗഹീദ് വായിച്ചോളൂ. അനി അതല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അമാനുമൊരു എഴുതി വായിച്ചോളൂ. അതൊക്കെയാണ് അതിനുള്ള പരിഹാരം.